ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് നമ്മൾ Adobe XDയിൽ ഒരു ലോഗിൻ ആൻഡ് സൈൻ അപ്പ് പേജ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണ്. ഇത് എല്ലാ ഡിസൈനേഴ്സും, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇത് ഗ്രാഫിക് ഡിസൈനേഴ്സിനോ UI ഡിസൈനേഴ്സിനോ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതല്ല. എല്ലാ ഡിസൈനേഴ്സും Adobe XD മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻസുകളും എല്ലാം ഡിസൈൻ ചെയ്ത് ശീലിക്കണം. സോ എല്ലാ ഡിസൈനേഴ്സും ഇത് നിർബന്ധമായിട്ട് കണ്ട് മനസ്സിലാക്കി Adobe XDയെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു നെക്സ്റ്റ് ലെവൽ കരിയർ സെറ്റ് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു സൈനപ്പ് പേജാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നമ്മൾ ഓൾറെഡി ഒരു പ്രീ ലോഡർ, ഒരു സ്പ്ലാഷ് സ്ക്രീൻ, ഒരു ഓൺ ബോർഡിങ് സ്ക്രീൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ആ വീഡിയോസിലൂടെ കണ്ടതിന് ശേഷം ഈ ഒരു സെഷനിലേക്ക് വരിക. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ Adobe XDയിൽ നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള എങ്ങനെയാണ് ഒരു ലോഗിൻ പേജിലൂടെ, ഒരു സൈനപ്പ് പേജിലൂടെ നമുക്ക് ചെയ്ത് ഒരു നല്ലൊരു ട്രാൻസിഷൻസ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാമെന്നുള്ളത് പഠിക്കാം. ഈ ഒരു പേജിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സൈൻ ഇൻ പേജിലേക്ക് പോകുന്നു. സൈൻ ഇൻ ചെയ്തതിൻ്റെ പേജിൽ ഞാൻ സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സൈനപ്പ് പേജിലേക്ക് വരുന്നു. ഞാൻ സൈനപ്പ് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അനിമേറ്റ് ചെയ്ത് അടുത്തൊരു പേജിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു സൈനപ്പ് ഫോം അല്ലെങ്കിൽ ഒരു സൈനപ്പ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ഞാൻ Adobe XD ഓപ്പൺ ചെയ്ത് iPhone 10ൻ്റെ ഒരു ക്യാൻവാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഇമേജിനെടുത്ത് ഈ ഒരു ക്യാൻവാസിൻ്റെ സെൻട്രലായിട്ട് എനിക്ക് ഫിറ്റ് ആവുന്ന രീതിയിൽ കൃത്യമായിട്ട് ആദ്യം കൊണ്ടുവയ്ക്കുകയാണ്. ഓക്കെ, കൊണ്ടുവച്ചു. ദെൻ ഈ ഫോട്ടോ നമുക്ക് ഇങ്ങനെ ഔട്ട്സൈഡിലോട്ട് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പർട്ടിക്കുലർ ഏരിയയിലായിട്ട് നമ്മൾ അതിനെ മാസ്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട്, ലെഫ്റ്റ് സൈഡിൽ ഈ ടൂൾസുകളെല്ലാം നിങ്ങൾ നോക്കിയിരിക്കുക. എല്ലാത്തിൻ്റെ ഷോർട്ട് കട്ട്സ് ആയിരിക്കും ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത്. പക്ഷേ ടൂൾസുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കൃത്യമായി ലെഫ്റ്റ് സൈഡിലുണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ടിൻ്റെ ലെറ്റർ ആയിരിക്കും ആ ടെക്സ്റ്റിൻ്റെ ടൂളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടെ ആയിട്ട് ഇതേ അളവിലായിട്ടൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ലെയറെ പ്ലസ് ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് ഈ ഒരു ഇമേജും കൂടെ സെലക്ട് ചെയ്തു. ഓക്കെ, ആ മീൻസ് 2 ലെയറുകളൂടെ സെലക്ട് ചെയ്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ആയിട്ട് മാസ്ക് വിത്ത് ഷേപ്പ്, Ctrl+Shift+M ആണ് ഷോർട്ട് കട്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഞാൻ ഇങ്ങനെ എടുത്തെങ്കിലും നിങ്ങൾ എപ്പോഴും ഷോർട്ട് കട്ട് തന്നെ യൂസ് ചെയ്ത് പഠിച്ച് ശീലിക്കുക. അത് നമുക്ക് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. Ctrl+Shift+M അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൈസിലേക്ക് മാസ്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മാസ്ക് ആയി കഴിഞ്ഞു. ആ ഒരു ഇമേജ് നമ്മുടെ ക്യാൻവാസിൽ കൊണ്ട് ഞാൻ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തു. ദെൻ ഞാൻ ഇതിലേക്ക് ഒരു ഗ്രിഡ് സെറ്റ് ചെയ്യാണ്. റൈറ്റ് സൈഡിൽ വന്നിട്ട് ഗ്രിഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ഗ്രിഡ് വരും. അതിൻ്റെ ലെഫ്റ്റ് റൈറ്റിലായിട്ട് ഞാനിപ്പോൾ ഒരു 40 പിക്സൽ മാർജിനാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങോട്ടുമുള്ള സ്പേസ് 40 വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈക്വലി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ ലോഗോ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ലോഗോ കട്ട് ചെയ്ത് ഇതിൻ്റെ ടോപ്പിലായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്തു. ദെൻ ഈ ലെഫ്റ്റ് ഗ്രിഡിൽ പ്ലേസ് ചെയ്തതിന് ശേഷം അവിടെ ടച്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ ടോപ്പിലായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു. വളരെ ടോപ്പിൽ കൊണ്ട് ടച്ച് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് അടിച്ച് ഒരു ആരോ കീ താഴേട്ട് ഞെക്കിയാൽ 10 പിക്സലാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, ഷിഫ്റ്റ് പ്ലസ് ഒരു ആരോ കീ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യിക്കുന്നോ അത് 10 പിക്സലായിരിക്കും മൂവ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും താഴോട്ട് ഷിഫ്റ്റ് അടിച്ചുകൊണ്ട് 2, 3, 4, 5, 6 എന്ന് വെച്ചാൽ 60 പിക്സൽ അതിനെ താഴോട്ടായിട്ട് ലോഗോ പ്ലേസ് ചെയ്തു. ഓക്കെ, ലോഗോയുടെ അടിയിലായിട്ട് വെക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ ഒരു ചെറിയൊരു ക്യാപ്ഷൻ ഉണ്ട്. ആ ക്യാപ്ഷൻ ഇവിടെ എടുത്ത് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലുള്ള ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഈ കാണുന്ന ഗ്രിഡിലായിട്ട് നമ്മുടെ ഒരു ബട്ടൺ സെറ്റ് ചെയ്യണം. അത് സൈൻ ഇൻ ആൻഡ് സൈൻ അപ്പ്. ഓക്കെ, അതിനായിട്ട് വീണ്ടും ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. നമ്മളിവിടെ ഒരു ബോക്സ് വരയ്ക്കുന്നു. ഞാൻ അതിൻ്റെ ഹൈറ്റ് വന്നിട്ട് ഒരു 55 പിക്സൽ ഹൈറ്റ് കൊടുക്കുന്നു. 55 പിക്സൽ ഹൈറ്റ് കൊടുത്തു. ഓക്കെ, ദെൻ ഈ കോർണറിലായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഒരു റൗണ്ട് കോർണർ ഷേപ്പാക്കി മാറ്റുകയാണ്. ദെൻ ഞാൻ റൈറ്റ് സൈഡിൽ വന്ന് അതിൻ്റെ ബോർഡർ ഓഫ് ചെയ്തിട്ട് ഈ ഒരു കാണുന്ന ബട്ടണിന് ഒരു ബട്ടൺ ഫീൽ കിട്ടാൻ വേണ്ടി നമ്മുടെ ഓറഞ്ച് കളർ അതിൽ ഫില്ല് ചെയ്യുകയാണ്. അതിനായി ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് I എന്ന് പറയുന്ന ഒരു ലെറ്റർ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കളർ പിക്കർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. എവിടെ വന്ന് ആ കളറിൽ വരുന്നു ആ കളർ നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫില്ലാവും. ഞാനിവിടെ ഓറഞ്ചിൽ വന്ന് ക്ലിക്ക് ചെയ്തു, ഓറഞ്ച് അവിടെ ഫില്ലായി. ഓക്കെ, ദെൻ അതിനുശേഷം ഞാൻ ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്, സൈൻ ഇൻ. ഓക്കെ, സൈൻ ഇൻ നമ്മുടെ നേരത്തെ അതേ ഫോണ്ട് തന്നെ കിടന്നതുകൊണ്ട് സൈൻ ഇൻ വന്നു. ദെൻ അതിൻ്റെ സെൻട്രലായിട്ട് കൊണ്ട് പ്ലേസ് ചെയ്തു. അതിന് വൈറ്റ് കളർ ടെക്സ്റ്റ് കൊടുത്തു. സൈൻ വേണമെങ്കിൽ ബോൾഡ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തിന്നാക്കാൻ തോന്നി, സെമി ബോൾഡായിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് തിന്നാക്കി. ഓക്കെ, ദെൻ ആ 2 ലെയറുകളുടെ ഷിഫ്റ്റ് അടിച്ച് സെലക്ട് ചെയ്തു, Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്തു.
ഓക്കെ, ദെൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നേരത്തെ പോലെ ഷിഫ്റ്റ് ഞെക്കിക്കൊണ്ട് ആരോ താഴോട്ട് ഒന്ന് ഞെക്കിയാൽ 10 പിക്സൽ പ്ലസ് ഒന്നും കൂടി 20 പിക്സൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റുകളും ഒക്കെ ക്ലിക്ക് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് പിക്സൽ പെർഫെക്റ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ഓരോ എലമെൻസുകളെയും നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നത്. അത് വളരെ ശ്രദ്ധിക്കുക. ദെൻ ഈ സൈൻ എന്ന് പറഞ്ഞ ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വൈറ്റ് ആക്കിയിട്ട് സൈൻ ഇൻ എന്നുള്ള ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് 333333 എന്ന് പറയുന്ന ഒരു ഹെക്സ് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രേയുടെ കളർ ഹെക്സ് കോഡാണ് 333333. അപ്പോൾ അതും നിങ്ങളുടെ ഡിസൈൻ വൈസ് ശ്രദ്ധിക്കുക. പ്രൊഫഷണലി ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ കളറിനും ഓരോ ഹെക്സ് കോഡുണ്ട്. ആ ഹെക്സ് കോഡുകൾ നിങ്ങൾ ചെയ്ത് ശീലിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും. ആ കോഡുകൾ തന്നെ യൂസ് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ കളർ കോഡുകൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കളേഴ്സുകളായിരിക്കും. നമുക്ക് തോന്നിയ പോലുള്ള കളറുകൾ ഇങ്ങനെയിട്ട് ഡ്രാഗ് ചെയ്ത് യൂസ് ചെയ്തരുത്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻ എന്നുള്ളതും വീണ്ടും ഞാനിവിടെ സൈൻ അപ്പ് ആക്കി മാറ്റുന്നു. അതിനുശേഷം സൈൻ അപ്പ് ബട്ടൺ ഇവിടെ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തു. അതിനെ നമുക്ക് 2 ബട്ടൺസുകളൂടെ ഞാനിവിടെ സെലക്ട് ചെയ്തതിനു ശേഷം താഴെ കൊണ്ടുവച്ചു. എന്തിനാന്ന് വെച്ചാൽ ഞാൻ ടോപ്പിൽ നിന്ന് ഇവിടെ 60 പിക്സൽ ആയിരുന്നു ഇവിടുന്ന് താഴോട്ട് ഈ ഒരു ലോഗോ പ്ലേസ് ചെയ്തത് അല്ലേ. അതേപോലെ ഇവിടെ താഴെ ഞാൻ കൊണ്ടുവച്ചിട്ട് 1 2 3 4 5 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 പിക്സൽ അതേപോലെ തന്നെ താഴേന്ന് മുകളിലോട്ടും പ്ലേസ് ചെയ്തു. ഞാൻ ഈ ഗ്രിഡ് ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹോം പേജ് സെറ്റായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു യൂസർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ കാണുന്നു, നമ്മുടെ ക്യാപ്ഷൻ കാണുന്നു, നമ്മളുമായി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കാണുന്നു, ഒരു സൈൻ ഇൻ ബട്ടൺ കൊടുക്കുന്നു, ഒരു സൈൻ അപ്പ് ബട്ടൺ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സെക്കൻഡ് പേജിലേക്ക് പോവുകയാണ്. ഓക്കെ, ദെൻ ഞാനിവിടെ സെലക്ട് ചെയ്ത് പേജിന് ഞാൻ 01 എന്ന് പേര് റീനെയിം ചെയ്തു. അതിനുശേഷം Ctrl+D അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിന് 02 എന്നും പേര് കൊടുത്തു. അപ്പോൾ ഫസ്റ്റിലെ എൻ്റെ ഒരു ആപ്പിൻ്റെ പേജിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം ഒരു 0യിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്കിൽ നിന്നും ഈ ഒരു ഡിസൈൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. അതിനുശേഷമായിരിക്കും അവിടുത്തെ അടുത്ത ട്രാൻസിഷനും തുടങ്ങുന്നത്. സോ ഞാൻ ഇവിടുത്തെ ഈ 01ൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫിൽ കളർ ഞാനൊന്ന് ബ്ലാക്ക് ഫില്ല് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നോളുക. കാര്യം നമുക്ക് ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് വീഡിയോ ഒരുപാട് ലെങ്തി ആക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഫാസ്റ്റ് ആക്കുന്നുണ്ട് എനിക്കറിയാം. എങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലാക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ ഞാനൊരു ഒപ്പാസിറ്റി 0 ആക്കി മാറ്റുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് അതിലേക്ക് അങ്ങ് ഫേഡാക്കി മാറ്റി. അതേപോലെ തന്നെ ഞാൻ ഈ ലെയറുകളും എല്ലാം കൂടെ സെലക്ട് ചെയ്ത് അതും ഞാനങ്ങ് ഒപ്പാസിറ്റി 0 ആക്കി മാറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ആദ്യമേ നമ്മുടെ പേജ് കാണുമ്പോൾ 0യിൽ നിന്ന് ഇങ്ങനെ ഫെയ്ഡിലായിട്ട് ഓപ്പൺ ആക്കി അത് കാണണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തത്. അപ്പം രണ്ടാമത്തെ സ്ക്രീനിൽ അത് ഫുള്ളായിട്ട് കാണുന്നു. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ ആയിട്ട് അടുത്ത സ്ക്രീനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാനൊരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഏകദേശം ഈ ഒരു പോർഷൻ ഇത്രയും ഒരു സൈസിലായിട്ട് ഞാൻ ബാക്ക് അടിക്കുകയാണ്. കൺട്രോൾ ലെഫ്റ്റ് ബ്രാക്കറ്റ് അടിച്ച് താഴോട്ട്. അതെല്ലാം നിങ്ങൾ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഷോർട്ട് കട്ടുകൾ തന്നെ ആയിരിക്കും. ആ ലെയറിനെ ബാക്കിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇതിൻ്റെ ബോർഡർ നന്നാക്കി. ദെൻ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ദാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റേഡിയസ് ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഫസ്റ്റിലത്തത് ഞാനൊരു 50 കൊടുത്തു, രണ്ടാമത്തതും ഒരു 50 കൊടുത്തു. എന്ന് വെച്ചാൽ ലെഫ്റ്റ് ടോപ്പും റൈറ്റ് ടോപ്പും മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന് നമുക്ക് ബോട്ടം വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ എനിക്ക് ഈ ഒരു ഷേപ്പാണ് വേണ്ടുന്നത്. അതുകൊണ്ട് ഈ ഒരു ഷേപ്പ് ഞാനൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളതല്ല, അടുത്ത സ്ക്രീനിലേക്കാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ തൽക്കാലം താഴോട്ട് വെച്ചിട്ട് ഇതിനൊരു ഒപ്പാസിറ്റി 0 കൊടുത്ത് അതിനെ ഫെയ്ഡാക്കി മാറ്റി. ദെൻ ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും എടുക്കുന്നു. അതിന് 03 എന്ന് പേര് കൊടുക്കുന്നു. ആ ഒരു പേജിലായിരിക്കണം എനിക്ക് നമ്മൾ നേരത്തെ കണ്ട ഫീൽഡുകൾ ചൂസ് ചെയ്ത് അത് കാണേണ്ടത്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഈ പേജിൽ ഞാൻ ഇതെടുത്ത് നേരെ വെച്ചിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി 100 ആക്കി കറക്റ്റായിട്ട് ഇത്രയും പ്ലേസിൽ കൊണ്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് സെറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഹൈറ്റ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫീൽഡിനെ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എനിക്ക് ഇത്രയും മതിയെന്ന് തോന്നുന്നതുകൊണ്ട് ഇത്രയാക്കി സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഫോം ഏരിയ ഡിസൈൻ ചെയ്യാം. ആ ഗ്രിഡ് വെച്ചുകൊണ്ട് ഞാനിതിൻ്റെ ഒരു ഫോം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ചെയ്യുന്ന കാണിക്കുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ ഫോമിൻ്റെ ഒരു സ്റ്റൈല് നമ്മൾ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് ഷേപ്പിലുള്ള ഫോം ഫീൽഡ് എടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോ ഡിസൈനിൻ്റെ ഓരോരുത്തരുടെ ഒരു ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ഞാൻ വളരെ ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈൻ കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ ഫീൽഡ് എന്നുള്ള ആ ഒരു ഫീൽഡ് നെയിം ടെക്സ്റ്റുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫോം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ആദ്യം. അപ്പോൾ ഇതിവിടെ വെച്ചതിന് ശേഷം ഞാൻ ആ ഗ്രിഡിലായിട്ട് സെൻറ്റർ ചെയ്ത് വെച്ചിരുന്നു. അതിന് താഴെയായിട്ട് സൈൻ ഇൻ ബട്ടൺ വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈൻ ഇൻ ബട്ടൻ്റെ ഒരു ഏരിയ സെറ്റായി. ദെൻ നമ്മൾ ഇവിടുന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തതായിട്ട് ഇതിൽ 3 കൂടെ ഞാൻ സെലക്ട് ചെയ്ത് Ctrl+G അടിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓൾട്ട് അടിച്ചുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്.
ഓക്കെ, ഓൾട്ട് ഞെക്കിക്കൊണ്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ദെൻ അവിടെ ഞാൻ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു ലോഗിൻ ആയതുകൊണ്ട് സൈൻ ഇൻ ചെയ്യാനായതുകൊണ്ട് നമ്മുടെ വെൽക്കം ഡിസൈനർ എന്ന് ഞാൻ ഒരു പേരിട്ടതേ ഉള്ളൂ. ആ ഡിസൈനർക്ക് ഇവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നേരിട്ട് എൻ്റർ ചെയ്യാം. ഇനി ആ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഇവിടെ രജിസ്റ്റർ ചെയ്യാത്തവർക്കാണെങ്കിലാണ് അടുത്ത സൈനപ്പ് ബട്ടണിലേക്ക് പോകുന്നത്. സൈനപ്പിൽ വരേണ്ടുന്ന ടെക്സ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഇതിനൊരു അനിമേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അവിടെയായിട്ട് നമ്മൾ ഒരു ഫോമും കൂടെ ആവശ്യമായിട്ട് വരും. ആ ഒരു ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ കുറച്ച് താഴോട്ട് നീക്കിയതിന് ശേഷം ഈ ഒരു ഫീൽഡിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് മുകളിലോട്ട് വെച്ചിട്ട് അവിടെയായിട്ട് എൻ്റർ യുവർ ഇമെയിലിന് പകരം എൻ്റർ യുവർ നെയിം എന്നുള്ള ഒരു ഫീൽഡും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സൈനപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ വെൽക്കം എന്നുള്ള പേര് നേരത്തെ സൈൻ ഇൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രഷ് ആയതുകൊണ്ട് പ്ലീസ് രജിസ്റ്റർ യുവർ അക്കൗണ്ട് എന്ന് ഒന്ന് ടെക്സ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തവരാണ് സൈൻ ഇൻ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യാത്തവർ സൈനപ്പ് ചെയ്ത് ഒരു സൈനപ്പ് ഫോം ഉണ്ടാക്കണം. അത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാനിത് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് അടിച്ച് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് കൺട്രോൾ ജി അടിച്ച് ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് ഗ്രൂപ്പ് ചെയ്ത് അവിടെ നമ്മൾ ജസ്റ്റ് നിർത്തിയിരിക്കുകയാണ്. ദെൻ അതിന് ശേഷം നമുക്ക് ഈ ഒരു പേജിൻ്റെ കൺട്രോൾ ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ സൈനപ്പ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഏരിയ വരേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഇതിനകത്ത് സൈൻ ഇൻ എന്നുള്ളതല്ല, സൈൻ ഇൻ അങ്ങ് മാറിയിട്ട് സൈനപ്പ് ആയിരിക്കും അവിടെ നമുക്ക് കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ആ ഒരു സൈനപ്പ് ബട്ടൺ മുകളിലോട്ട് വരികയും അത് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നമ്മുടെ ഓറഞ്ച് ആയിട്ടുള്ള മെയിൻ ബട്ടണായി മാറുകയും ചെയ്യും. ദെൻ ഈ ഒരു ഫോം നമ്മൾ നേരത്തെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് ഇതിനെ ഡ്രാഗ് ചെയ്ത് അടുത്ത പോർഷൻ ഇവിടെ സെൻട്രലായിട്ട് കൊണ്ടുവയ്ക്കും, നേരത്തെ ചെയ്തതിൻ്റെ ആ രണ്ടാമത്തെ ഫോം. ദെൻ സൈനപ്പ് ബട്ടൺ കുറച്ചും കൂടെ ഞാൻ താഴോട്ട് മൂവ് ചെയ്തും വെച്ചു. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ ഞാൻ സൈൻ ഇൻ ഉദ്ദേശിച്ച് ചെയ്ത പേജാണ്, ഇത് സൈനപ്പിന് വേണ്ടിയിട്ട് ചെയ്ത പേജാണ്. സൈനപ്പിന് വേണ്ടി ചെയ്തതായതുകൊണ്ട് ഈ ഒരു പോർഷന് ഞാൻ സെൻട്രലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താണ് വെച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് സൈൻ ഇൻ ബട്ടൺ മാറ്റി സൈനപ്പ് ബട്ടൺ ആക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും പേജസ് ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അടുത്ത് ഞാൻ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഒരു ട്രാൻസിഷൻ വന്ന് അടുത്ത ഒരു പേജിലേക്ക് കയറി പോകണം. അതിന് വേണ്ടിയിട്ട് അതിനൊരു അഡ്വാൻസ് ആയിട്ട് നമ്മളിവിടെ കളർ ഫില്ലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എലിപ്സ് ഷേപ്പ് എടുത്ത് ഓറഞ്ചിൻ്റെ ഒരു ഷേപ്പ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ഈ ഓറഞ്ച് വെച്ചിട്ട് ഇത് ഞാനിവിടെ ഏറ്റവും ബാക്കിലായിട്ട് സെൻഡ് ചെയ്ത് ഒരു അഡ്വാൻസ് എന്ന നിലയിൽ അവിടെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ യൂസ് നമുക്ക് അടുത്ത പേജ് ചെയ്യുമ്പോൾ അറിയാം. ഒരു സർക്കിൾ സെയിം ഓറഞ്ചിൽ ക്രിയേറ്റ് ചെയ്തു ഏറ്റവും താഴെയായിട്ട് ഇട്ടു. ഇത്രമാത്രം ചെയ്തതിന് ശേഷം അതിനുശേഷം ഞാൻ ഈ പേജിന് 04 എന്ന് റീനെയിം ചെയ്തു. ആ പേജിൽ സെലക്ട് ചെയ്ത് കൺട്രോൾ ഡി അടിച്ച് അടുത്ത ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഓക്കെ, ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിൽ വന്നിട്ട് ഞാൻ ഈ ബട്ടൺ തൽക്കാലം ഒന്ന് താഴോട്ട് വെച്ചിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ഓറഞ്ച് ഷേപ്പിനെ ഒന്ന് വലുതാക്കി ഈ ഒരു പേജ് അങ്ങ് കവറപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അത് ആ ലാസ്റ്റത്തെ ട്രാൻസിഷൻ എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയും സ്ക്രീൻസുകൾ നമുക്കിതിന് 05 എന്ന് പേരും കൂടെ കൊടുക്കാം. ഇത്രയും പേജുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ബാക്കി എലമെൻറ്റ്സ് ഒക്കെ എടുത്ത് കളഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇത്രയാണ് നമ്മുടെ സ്ക്രീനിൻ്റെ ടോട്ടൽ ഡിസൈൻസ് എന്ന് പറയുന്നത്. ഇത്രയും ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രോട്ടോടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ടോപ്പ് ലെഫ്റ്റിലായിട്ട് പ്രോട്ടോടൈപ്പിൽ വരിക. ദെൻ ഫസ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും ഞാൻ ഈ ഒരു ബ്ലൂ ബട്ടൺ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വ്യക്തമായിട്ട് വീണ്ടും പറയാൻ സമയം കളയുന്നില്ല. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഈ പേജിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. ദെൻ ഇവിടെ ആയിട്ട് റൈറ്റ് ടോപ്പിലായിട്ട് ഇതിൻ്റെ ഒരു ടൈം ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ടൈം സെറ്റ് ചെയ്ത് ഒരു 0.6 സെക്കൻഡ് ടൈം സെറ്റ് ചെയ്തിട്ട് ട്രാൻസിഷൻ എന്നുള്ളത് ഓട്ടോ അനിമേറ്റഡ് ആക്കിയിട്ട് ഇതിൻ്റെ ഒരു ഡിലേ ഞാനൊരു 1 സെക്കൻഡ് കൊടുത്ത് നിർത്തി. ഈ ഒരു സെറ്റിങ്സുകളെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കി പതുക്കെ നോക്കി അതിൻ്റെ സെറ്റിങ്സുകൾ നോക്കിയാൽ മതി. ഓക്കെ, ദെൻ അടുത്ത പേജിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് അടുത്തതായിട്ട് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അടുത്തയിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്ന് വരുന്ന ബ്ലൂ ആരോ കൊണ്ട് അടുത്ത പേജിലേക്ക് കണക്ട് ചെയ്തു. അത് ഞാൻ ഇവിടെ വന്ന് സെറ്റിങ്സ് വന്നിട്ട് ടാപ്പ് മീൻസ് ടാപ്പ് ചെയ്യുമ്പോഴേ എന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ അത് സംഭവിക്കാവൂ, അടുത്ത സ്ക്രീനിലേക്ക് പോകാവൂ. ഓക്കെ, ദെൻ ഓട്ടോ അനിമേറ്റ് കൊടുത്തു. ഈസ് ഔട്ട് എന്ന് പറയുന്നൊരു എഫക്റ്റാണ് ഇവിടെ കിടക്കുന്നത്. ഡ്യൂറേഷൻ 1 സെക്കൻഡും കൊടുത്തു. അത്രയും നിർത്തിയൊക്കെയാണ്. ഓക്കെ, ദെൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അടുത്ത ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അടുത്തൊരു ആക്ഷൻ സംഭവിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സൈനപ്പ് ബട്ടണിൽ വന്നിട്ട് ആരോ എടുത്ത് ഞാൻ അടുത്ത പേജിലേക്ക് പ്രോട്ടോടൈപ്പ് ചെയ്യിപ്പിച്ചു. ആ ഒരു സെറ്റിങ്സ് എല്ലാം തന്നെ നേരത്തെ അതേ സെറ്റിങ്സ് തന്നെ മതി.
വീണ്ടും ഞാൻ ഈ ഒരു പേജിൽ വന്നിട്ട് സൈൻ അപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ട്രാൻസിഷനോടുകൂടി അത് അടുത്ത പേജിലോട്ട് പോകണം. അതാണ് നമ്മുടെ ടോട്ടൽ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു പേജ് ആദ്യത്തെ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും അടുത്ത ഒരു പേജിലേക്ക്, ആ ഫസ്റ്റ് പേജിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് അതിന് ഒരു ടൈം കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തേക്കാം. ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ഡിലേ കുറച്ചൊരു ഒരു എറൗണ്ടൊരു 3 സെക്കൻഡൊക്കെ നമുക്ക് ഡിലേ കൊടുത്തിട്ടിരുന്നാൽ ഇത് വീണ്ടും ഓട്ടോമാറ്റിക് അടുത്ത പേജിൽ പോകും. അടുത്തത് വീണ്ടും ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് പേജിന് ഫസ്റ്റ് പേജിലും കണക്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ പ്രോപ്പർ പ്രിവ്യൂ ഒന്ന് കാണാം. റൈറ്റ് ടോപ്പിലായിട്ട് ഇതിൻ്റെ പ്രിവ്യൂ, ഡെസ്ക്ടോപ്പ് പ്രിവ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് അതിൻ്റെ പ്രിവ്യൂ വന്നു. അപ്പോൾ ആ പ്രിവ്യൂവിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമ്മൾ 0യിൽ നിന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ബ്ലാക്കിലോടുകൂടി ആദ്യമേ ഇത് ഫെയ്ഡായിട്ട് വരുന്ന ഒരു ട്രാൻസിഷനാണ് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തത്. അത് 0യിൽ നിന്നും ഫുള്ളായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വന്നു. എന്ന് വെച്ചാൽ പെട്ടെന്ന് വന്നൊരു ഡിസൈൻ ഈ ഒരു ഇമേജ് കാണുന്നതിന് പകരം ആ ഒരു 0യിൽ നിന്ന് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തത്. ഒന്നുകൂടെ നോക്കുക, 0യിൽ നിന്നും എന്ന് വെച്ചാൽ ബ്ലാക്കിൽ നിന്നും അതിങ്ങനെ തെളിഞ്ഞു വന്നു, ആ ഒരു എഫക്റ്റ്. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് യൂസർ സൈൻ ഇൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലേക്ക് വരുമ്പോഴത്തേക്ക് അവൻ്റെ കഴ്സർ കണ്ടോ, ഹാൻഡ് കഴ്സർ ആവുന്നു, ക്ലിക്കബിൾ കഴ്സറായി മാറും. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ വളരെ നൈസ് ആയിട്ടുള്ള ട്രാൻസിഷനിലോടുകൂടി ആ ഒരു ഫോം പേജിലേക്ക് നമ്മൾ വരുന്നത് കണ്ടോ. ദെൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ഇവിടെ വന്ന് സൈൻ ഇൻ അറിഞ്ഞൂടാ, എനിക്ക് സൈനപ്പ് ആണ് ചെയ്യേണ്ടത്. ദെൻ ഞാൻ സൈനപ്പ് ചെയ്യുന്നു. സൈൻ ഇൻ ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ സൈനപ്പ് ബട്ടൺ ആയിരിക്കുമല്ലോ ക്ലിക്ക് ചെയ്യുന്നത്. സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക എങ്ങോട്ടാണ് എന്ത് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ നൈസായ ഒരു ട്രാൻസാക്ഷനിലോടുകൂടി അടുത്ത സൈനപ്പ് ഫോമിലേക്ക് വരുന്നു. ഞാൻ ആ സൈനപ്പ് ഫോമിൽ വന്നതിന് ശേഷം സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് വളരെ നൈസായിട്ട് ട്രാൻസാക്ഷനിലോടുകൂടി അത് ക്ലോസ് ആവുന്നു. വീണ്ടും അടുത്ത പേജിലേക്ക് വരുന്നു. അത് നമ്മൾ നേരത്തെ നെക്സ്റ്റ് പേജ് സെറ്റ് ചെയ്ത് ലൂപ്പ് ചെയ്തിരുന്നുകൊണ്ടാണ് അടുത്ത പേജ് വന്നത്. അതല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ വന്ന് അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇവിടെ വീണ്ടും വരുന്നു. ഞാൻ സൈൻ ഇൻ ചെയ്യുന്നു. സൈൻ ഇൻ ഫോം സെലക്ട് ആവുന്നു. അതിനുശേഷം സൈനപ്പ് ക്ലിക്ക് ചെയ്യുന്നു. സൈനപ്പിൽ വരുന്നു. സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ആക്ഷനിലൂടെ അത് ട്രാൻസിഷൻ ആകുന്നു. അടുത്ത പേജിൽ പോകുന്നു. ഇവിടുത്തെ ആ ഫസ്റ്റ് പേജ് ഞാൻ വീണ്ടും ഇവിടെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ പേജിൽ വരുന്നു. ഓക്കെ, ഇങ്ങനെ അതിമനോഹരമായ രീതിയിൽ ട്രാൻസിഷൻ സ്റ്റൈലുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസുകൾ, ആനിമേറ്റഡ് പ്രോട്ടോടൈപ്പ് ഡിസൈൻസുകൾ അഡോബ് എക്സ്ടിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ അഡോബ് എക്സ്ടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ ഡിസൈനേഴ്സും നിർബന്ധമായിട്ടും ഇത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാ ഗ്രാഫിക് ഡിസൈനേഴ്സും നിർബന്ധമായിട്ടും അഡോബ് എക്സ്ടിയിലോടുകൂടി മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും എല്ലാം ഡിസൈൻ ചെയ്യാൻ പഠിച്ചോളുക. പഠിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ഇനി അതിൽ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് ശീലിക്കണം. നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ലെവൽ കരിയറിലേക്ക് അത് നിങ്ങൾക്ക് വളരെയേറെ ഹെൽപ്പിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം ഓക്കെ ഡിസൈനേഴ്സ്, അപ്പോൾ ഇതുപോലുള്ള നമുക്ക് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.